ദൈവനാമം മൊത്തപ്പെടുവാനാകട്ടെ. ദേശത്തിൽ ഒരു പ്രാവശ്യം കൂടെ വരുവാൻ കർത്താവ് എന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങൾ അങ്ങയുടെ സന്ധിയിൽ ഒരു കർത്താവ് ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ട് കർത്താവ് ഇന്നത്തെ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട വാക്യം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 തൊട്ട് വായിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ നമുക്ക് എപ്പോഴും എന്തോ ഇല്ലാത്തത് ശക്തിയല്ലേ. നമുക്ക് ശക്തി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല അല്ലെ. പല സമയത്തും നമ്മൾ വളരെ വീക്കായിട്ട് തോന്നും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, നമ്മൾ വളരെ ബലഹീനമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ കർത്താവ് പറയുക, കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാനായിട്ട്. കർത്താവിന്റെ അമിത ബലം. കർത്താവിന്റെ ബലം നമുക്ക് എന്തോ നമുക്കറിയാം അല്ലെ. ഈ കർത്താവിന്റെ അമിത ബലത്തിലാണ് നമ്മൾ ശക്തിപ്പെടുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്താ ഇതിന്റെ ആവശ്യം? കാരണം പലപ്പോഴും ലോകത്തിലെ സാഹചര്യങ്ങൾ നമ്മളെ തളർത്തുന്നതായിട്ടാണ് വരുന്നത്. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാം. നമുക്ക് ആഗ്രഹമാണ് നമ്മൾക്ക് വേണ്ടപ്പെട്ടവരും കർത്താവിൽ ധൈര്യപ്പെട്ട് കാണാനായിട്ട്. പക്ഷെ പലപ്പോഴും എന്തോ നടക്കുന്നത്, വളരെ അവർ ഒരു രീതിയിലും അവിടെ കാണുന്ന എന്താണ്, പല സമയത്തും നമ്മൾ കാണുന്നത് ബലമില്ലാതെ ഇരിക്കുന്ന ദൈവവിശ്വാസികളെയാ, അല്ലെങ്കിൽ കർത്താവിന്റെ വിശ്വാസികളെയാ. അപ്പൊ കർത്താവ് ഇവിടെ പറയുക, കർത്താവിന്റെ അമിത ബലം. അതായത് എഫേസ്യർ 6:10 എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാനായിട്ടാണ്. അതിന്റെ താഴോട്ട് വായിക്കാം. എന്തിനാ അങ്ങനെ ശക്തിപ്പെടേണ്ട ആവശ്യം? കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എതിർക്കാനായിട്ട് വരുന്നത് ഒന്നും മനുഷ്യരല്ല, പിശാചിന്റെ തന്ത്രങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തോ ആ വാക്യം വായിക്കാം, 11-ാമത്തെ വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അപ്പൊ എന്തൊക്കെയാ ഇവിടെ വരുന്നത്? തന്ത്രങ്ങൾ, അതായത് ഓരോരോ ടാക്ടിക്ക്. പിശാചിന് ദൈവത്തിന് ഒരു അജണ്ടയേ ഉള്ളൂ, പിശാചിന് ഒരു അജണ്ടയേ ഉള്ളൂ. ദൈവത്തിന്റെ അജണ്ട എങ്ങനെയെങ്കിലും ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും നശിച്ചു പോകാതെ, ഒരുത്തരും നശിച്ചു പോകാതെ ദൈവരാജ്യത്തിലോട്ട് വരണം, ദൈവത്തിൽ ധൈര്യപ്പെടണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, കർത്താവിനെ ഫോളോ ചെയ്യണം, അനുഗമിക്കണം. പിശാചിന്റെ അജണ്ട എന്തുവാ? ഒറ്റ മനുഷ്യരും രക്ഷിക്കപ്പെടരുത്. അഥവാ രക്ഷിക്കപ്പെട്ടാൽ കർത്താവിന്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ തീർച്ചയായിട്ടും ലോകത്തിലുള്ളവരുടെ അവൻ കുരുടാക്കി വെക്കും. വിശ്വാസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന ഒരാളിനെ എങ്ങനെയെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തളർത്താൻ നോക്കും. അപ്പൊ നമ്മളിത് നമ്മളിത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ ധൈര്യപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു തീ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തീ കെടുത്താനായിട്ട് നോക്കും അല്ലെ. തീ അടുത്തോ അല്ലെങ്കിൽ കുഴി അടുത്തുണ്ടെന്ന് പറയുന്ന അറിഞ്ഞാൽ നമ്മൾ അതിൽ വീഴാതെ നമ്മൾ സൂക്ഷിക്കും. അപ്പൊ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, ദൈവവചനം ഇത് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും ഈ തന്ത്രങ്ങളോട് നമ്മൾ അകപ്പെട്ടു പോകും. മനസ്സിലായി? അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ആത്മാവിനൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ യേശു കർത്താവിന്റെ വകയാണ്. പക്ഷെ നമ്മൾ വളരെ ഒരു തളർന്ന വിശ്വാസിയായിട്ട്, നമ്മൾക്കും മറ്റുള്ളവർക്കും പ്രയോജനമില്ലാത്തവരായിട്ട് നമ്മൾ ജീവിച്ചു പോകും. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, അത് നമ്മൾ നോക്കാൻ പോകുന്നത്. പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അങ്ങനെ ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ വിഷമിക്കണ്ട, നമ്മള് യുദ്ധം ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, നിൽക്കാനാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ നിൽക്കേണ്ടത്?
ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് നിൽക്കണം, എതിർത്ത് നിൽക്കണം. നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോരാട്ടം, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങൾ എന്ന് പറയുന്നത് ആരാന്ന് നോക്കാം നമുക്ക്. നമ്മൾ വിചാരിക്കും മനുഷ്യരാ ജഡരക്തം എന്ന്, പക്ഷെ ആക്ച്വലി മനുഷ്യരല്ല. ജഡരക്തം എന്ന് പറയുന്നത് നമ്മൾ എതിർത്ത് നിൽക്കുന്നത് ജഡരക്തങ്ങളോടല്ല, എന്ന് വെച്ചാൽ മനുഷ്യരോടല്ല. നമ്മളെ എതിരെ വരുന്നത് ആക്ച്വലി മനുഷ്യരായിരിക്കും, പക്ഷെ ആ മനുഷ്യരല്ല അതിന്റെ കാരണം. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ മനുഷ്യർ എന്തെങ്കിലും നമ്മളോട് പറയുന്നു, അല്ലെങ്കിൽ നമുക്കെതിരെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യാൻ പോകും, നമ്മൾ അവരോട് ദേഷ്യപ്പെടും, നമ്മൾ അവരെ തളർത്താൻ നോക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ജഡരക്തങ്ങളോടല്ല പ്രിയ മക്കളെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും. അപ്പൊ ഒന്ന് ആലോചിച്ചേ, നമുക്ക് എതിരെ നിൽക്കുന്നത് ആരാന്ന്? മനസ്സിലായല്ലോ. നമുക്ക് ഈ എതിരെ നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ, എതിരെ നിൽക്കുന്ന ശക്തിയെ പറ്റി എന്തുവാ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കാം. കൊലോസ്യർ 2:15 ഈ അധികാരത്തെ പറ്റി, ഈ വാഴ്ചകളെ പറ്റി, ഈ ദുഷ്ടാത്മ സേനയെ പറ്റി പറഞ്ഞിരിക്കുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അതായത് ഈ ദുഷ്ടാത്മ സേനയെ യേശു കർത്താവ് ക്രൂശ് മുഖാന്തരം ഒരിക്കലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തോൽപ്പിച്ചതാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ ആ ദുഷ്ടാത്മ സേനയെ പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 1 കൊരിന്ത്യർ 10-ാം അധ്യായം കൊരിന്ത്യ ലേഖനത്തില് ഇങ്ങനത്തെ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, അതായത് ഈ എല്ലാ ദുഷ്ടാത്മ സേനയുടെ മേലെ കർത്താവാണ് അവിടെ വിക്ടറി കൊണ്ടിട്ടുള്ളതെന്ന്. അത് 1 കൊരിന്ത്യർ 10 2 കൊരിന്ത്യർ 10 ഞാൻ മനസ്സിലായി. അത് നോക്കാൻ ഇപ്പൊ നമുക്ക് സമയമില്ല, കുഴപ്പമില്ല. കിട്ടി 2 കൊരിന്ത്യർ 10 അതിന്റെ 4-ാം വാക്യം 3 തൊട്ട് വായിക്കുക. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് അത്രേ. ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയും, ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പക്ഷെ അവര് വളരെ വീക്കായിട്ട് പോവാ. ഇപ്പൊ ഞാൻ നമ്മുടെ കാര്യമല്ല പറഞ്ഞ, വേറൊരാളുടെ കാര്യം വിചാരിച്ചോ. പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ, മക്കളായിരിക്കാം, സഹവിശ്വാസികളായിരിക്കാം. അപ്പൊ അവര് നമ്മൾ ആക്ച്വലി അത് കണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് വലിയ ആഗ്രഹമാണ്, ദൈവമേ അവരെങ്ങനെയെങ്കിലും, ഇങ്ങനെ നമ്മൾ പറയുന്നത്, എന്റെ കർത്താവെ എങ്ങനെയെങ്കിലും അവരൊന്ന് കുറച്ചുകൂടെ ശക്തിപ്പെടണമേ, എങ്ങനെയെങ്കിലും അവര് സ്ട്രോങ് ആവണമേ, എങ്ങനെയെങ്കിലും അവര് ദൈവത്തിന്റെ വഴിയിൽ നടക്കണമേ. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ബലഹീനത പ്രാർത്ഥന കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മളിലുള്ള അമിത ബലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ 14:12. ഇതെല്ലാവർക്കും അറിയുന്ന വാക്യമാണ്, എന്നാൽ എന്നെ വളരെയധികം എല്ലാ സമയവും ധൈര്യപ്പെടുത്തുന്ന വാക്യമാണ്. യോഹന്നാൻ 11:12 പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ രണ്ട് സാഹചര്യങ്ങളിൽ ഈ കാര്യം എനിക്ക് മനസ്സിലായി, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ആ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ എഫേസ്യ ലേഖനത്തിൽ നിന്ന് തന്നെ പറയാം. തിരിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായം എടുക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം.
നമ്മൾ അവിടെ ആണല്ലോ തുടങ്ങിയത്. ഇപ്പൊ മനസ്സിലായല്ലോ ഈ 12-ാം വാക്യത്തിലെ ഒറ്റ സാധനത്തിനെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന്. കാരണം ദൈവം അതിനെ കാഴ്ചയാക്കിയെന്ന്. ഹി മേഡ് ഇറ്റ് എ സ്പെക്ടക്കിൾ. അതായത് ക്രൂശിൽ ഈ ദുഷ്ടാത്മസേനയെ തോൽപ്പിച്ചു. ഇനി ആ ജയം ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്താൽ മാത്രമേ ഞാൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒന്നുകൂടെ വായിക്കുമോ? നമ്മൾ പേടിക്കേണ്ടാത്ത കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ വായിക്കുന്നത്. അതായത് 12-ാം വാക്യത്തില് വാഴ്ചകളോട് പേടിക്കേണ്ട, അധികാരങ്ങളെ പേടിക്കേണ്ട, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളെ പേടിക്കേണ്ട, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയെ പേടിക്കേണ്ട. എന്നിട്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടിയേ? അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ, എന്ന് വെച്ചാൽ എന്താ? ദുർദിവസങ്ങൾ വരും, പ്രയാസമുള്ള സമയങ്ങൾ വരും. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടിയേ? ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്. നമ്മൾ ഉറച്ചു നിൽക്കാതെ ഇരിക്കുവോ ഇപ്പോഴ്? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും. എന്തൊക്കെയാ സർവായുധ വർഗം? താഴോട്ട് വായിക്കാം. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി. അതായത് നമ്മുടെ ജീവിതത്തിൽ സത്യമല്ലാത്ത ഒരു കളവും ഒരു തിന്മയും പാടില്ല. ഈ സത്യം നമുക്ക് വേണം. അടുത്തത് നീതി. നമ്മുടെ എല്ലാ കാര്യത്തിലും നീതിയായിട്ടേ ഇടപെടാവൂ. നമുക്ക് പാർഷ്യാലിറ്റി പാടില്ല. നമ്മൾ ചില ആൾക്കാരോട് സ്നേഹം, ചില ആൾക്കാരോട് സ്നേഹക്കുറവ്, അങ്ങനെ ഒന്നും പാടില്ല. ഒരേ മനസ്സ്. നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. നമ്മുടെ എല്ലാ കോൺവെർസേഷനിലും ആക്ച്വലി ഒരു സർവായുധ വർഗം ഒരു പടയാളി ഇട്ടെന്ന് വിചാരിച്ചോ. നമുക്കറിയാമല്ലേ, ഒരു പടയാളിയുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ഹെൽമെറ്റ് ഉണ്ട്, ഇതുണ്ട്, പിന്നെ വാളുണ്ട്, ബൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അങ്ങ് മാറിപ്പോയാലെന്ന് ആലോചിച്ച് നോക്കിയേ. തലയിലെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ പടയാളി, അയാളുടെ തല പോവല്ലേ? ആരെങ്കിലും ഒരു വാള് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെട്ടാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒന്നും ഒരു പാകപ്പിഴ വരാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നീതിയാ, നമ്മൾ സത്യമാ, പക്ഷെ നമ്മൾ ഒരിക്കലും സുവിശേഷം പറയാൻ നമ്മൾ ഒരു വെമ്പലും നമുക്കില്ലാന്ന് വിചാരിച്ചു. ഞാൻ അതിന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, എങ്ങനെ സുവിശേഷം പറയാൻ വെമ്പലില്ലാതെ ഇരിക്കും? ഞാൻ എന്നും ചിന്തിക്കുന്ന, നമ്മൾ വളരെ അധികം ഇടപെടുന്ന ഒരാള്, ഒരു കടക്കാരനായിക്കോട്ടെ, ഒരു ഓട്ടോറിക്ഷക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ റെഗുലർ ആയിട്ട് വരുന്ന ഒരു സ്നേഹിതനായിക്കോട്ടെ, നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ് ആയിക്കോട്ടെ, റൂംമേറ്റ് ആയിക്കോട്ടെ, യേശു കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ, യേശു കർത്താവിലുള്ള രക്ഷ കിട്ടിയില്ലെങ്കിൽ അവര് സ്വർണ്ണാരകത്തിലേക്ക് പോകുമെന്നുള്ള വലിയ സത്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് എങ്ങനെ ഒരുങ്ങാതിരിക്കാൻ പറ്റും? അതായത് നമ്മുടെ ഓരോ വർത്താനം പറയുമ്പോഴും ഒരു കാരണവശാലും ആ മനുഷ്യൻ കർത്താവിൽ നിന്ന് അകന്നു പോരുത്. അങ്ങനത്തെ വർത്താനമേ നമ്മൾ പറയാവൂ. ചിലപ്പോൾ നമ്മൾ വിശ്വാസികളോട് പറയുമ്പോഴും നമ്മൾ കയ്പായിട്ട് സംസാരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കണം, അയ്യോ ഞാൻ ഇങ്ങനെ കയ്പായിട്ട് ആ ഒരു വിശ്വാസിയോട് സംസാരിച്ചാൽ അവർ മനസ്സ് മടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരുക്കം പോവും. അവർ വിചാരിക്കും, ഞാൻ എന്തിനാ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്? ഇങ്ങനെ വിശ്വാസി എന്ന് പറഞ്ഞ ഒരാളെ എന്നോട് കയ്പായിട്ടാണല്ലോ ഇടപെട്ടത്. വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ. നമ്മൾ ചിലപ്പോൾ ചുമ്മാ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ സ്നേഹിതരോട് സംസാരിക്കുമെന്ന് വിചാരിച്ചു, വിശ്വാസമുള്ളതിനെ ആയിരിക്കട്ടെ, നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ മുഴുവൻ സംസാരിക്കും. പക്ഷെ കർത്താവിന്റെ ഒരു വാക്ക് എൻകറേജ്മെന്റ് പറയാൻ നമ്മൾ പലപ്പോഴും മടിക്കും. അങ്ങനത്തെ വർത്താനം പറ്റത്തില്ല നമുക്ക്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ സമയത്തും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്ക വിശ്വാസം. ഈ വിശ്വാസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയും, ദുഷ്ടന്റെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ആ വിശ്വാസം എനിക്ക് 100% ഉറപ്പാ. ദുഷ്ടനെ തൊടാൻ പറ്റത്തില്ല എന്ന്. പലപ്പോഴും നമ്മൾ ദുഷ്ടനെ പേടിച്ച്, ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് അവരെ കാഴ്ചയാക്കി. നമ്മൾ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രം നമുക്കുണ്ട്. നമുക്കറിയാതെ പോകത്തില്ല എന്ന്. അതാണ് എനിക്ക് തോന്നുന്ന ഉറപ്പായിട്ടുള്ളൊരു കാര്യം. കാരണം അത് കർത്താവാണല്ലോ ചെയ്തത്. ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. എല്ലാ സമയത്തും ദൈവവചന, സമയത്തും അസമയത്തും വചനം കേൾക്കുകയും എങ്ങനെയെങ്കിലും ഒക്കെ. എന്നെ പലപ്പോഴും സാത്താൻ തളർത്തുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ തളർത്തുന്ന കാര്യം ഞാൻ പറയാം. അയ്യോ, എനിക്ക് ദൈവവചനം അധികം വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കുറ്റബോധം. പക്ഷെ ഈയിടെയായിട്ട് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞു. എനിക്ക് മനസ്സിലായി, ഏതൊക്കെ വചനം എനിക്ക് വേണോ, എന്റെ ഹൃദയത്തിലുണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് അതെന്റെ മനസ്സിൽ കൊണ്ടുവരും. ഞാൻ പറ്റുന്ന സമയമൊക്കെ ഒരു വാക്യം വായിക്കാൻ പറ്റിയെങ്കിൽ അത് വായിക്കും. ആ വചനം ഞാൻ 10 പേർക്ക് പറഞ്ഞു കൊടുക്കും.
ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുമായിരുന്നു, എനിക്ക് ഒറ്റ വാക്യമേ രാവിലെ പോകുന്നതിന് മുമ്പ് വായിക്കാൻ പറ്റുള്ളൂ. യോഹന്നാൻ 14 ഒന്നാമത്തെ വാക്യം. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പല പേഴ്സണൽ റീസൺസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ആ ഒറ്റ വാക്യം എന്റെ ഇളയ മകൾക്ക് പറഞ്ഞു കൊടുത്തു. അവള് വളരെ ധൈര്യപ്പെട്ടു പോയി. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, കർത്താവിൽ പിതാവിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ ആ വാക്യം പറഞ്ഞു കൊടുക്കുമ്പോ അവളുടെ മുഖത്തെ വ്യത്യാസം, ഞാൻ അവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിനെക്കാട്ടിലും അവളെ ഒന്ന് കോളേജ് വരെ കൊണ്ടുവിടുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആ വാക്യം, ആ ദൈവത്തിന്റെ വചനം, ആ ദൈവത്തെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവളുടെ മുഖത്തെ ആ വ്യത്യാസം ഞാൻ കണ്ടു. ഞാൻ ആ ഒരു വാക്യം അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, അവളോട് പറഞ്ഞു താങ്ക് യു മമ്മ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്. അപ്പം ആ ആത്മാവിന്റെ വാള് അത് നമ്മൾ എപ്പോഴും റെഡിയാക്കി വെച്ചേക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച അനുഭവിച്ച കാര്യമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഏതു നേരത്തും, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി വായിക്കുമായിരുന്നു, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഞാൻ വായിച്ചപ്പോൾ ഒരു ദേവദാസൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നതായിട്ട് ഞാൻ വായിച്ചു. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, മുട്ടിന്മേൽ പ്രാർത്ഥിക്കുക, നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, ഷൗട്ട് ആൻഡ് പ്രേ, ഷൗട്ട് ആൻഡ് പ്രേ. ഞാനത് വളരെ സന്തോഷിച്ചു. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തു. ഷൗട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി, ഒരു സഹവിശ്വാസിയെ ഒരു സാത്താൻ അവന്റെ ചിന്ത കൊണ്ട് അടക്കി വെക്കാൻ നോക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ നമ്മൾ വായിച്ചല്ലോ, യോഹന്നാൻ 14:12 കർത്താവ് പറഞ്ഞിരിക്കുക, കർത്താവ് ചെയ്യുന്നത് നമ്മൾ ചെയ്യും, അതിനേക്കാട്ടിലും വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ സാത്താനെ റിബ്യൂക്ക് ചെയ്ത് ആ സ്ഥലത്തുനിന്ന് മാറ്റി. ഞാൻ പറയുന്നത് വളരെ ഞാൻ ചെയ്ത കാര്യമാണ്. ഞാൻ പറഞ്ഞു, സാത്താനെ നീ അവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ പെട്ടെന്ന്, ആ വിശ്വാസിയുടെ മേല് നിനക്ക് ഒരു അധികാരവും ഇല്ല. ഷൗട്ട് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഈ 2 സാഹചര്യത്തിൽ അത് പ്രാർത്ഥിച്ചപ്പം അതിന്റെ റിസൾട്ട് ആ നിമിഷം തന്നെ എനിക്കത് അതിന്റെ റിസൾട്ട് കിട്ടി. സാത്താൻ ഓടിപ്പോയി. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, ആത്മാവിൽ ധൈര്യം. അവസാനത്തെ ഒരു വാക്യം കൂടെ വായിക്കാം. റോമർ 8:37 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. റോമർ 8:37. ഇതിലൊക്കെയും 37, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പിന്നെ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്, അതിനൊന്നും നമ്മളെ തളർത്താൻ പറ്റത്തില്ല. അതൊന്നും ഞാൻ വായിക്കുന്നില്ല. പൂർണ്ണ ജയമാണ് നമ്മൾ പ്രാപിച്ചത്, പൂർണ്ണ ജയം. അതുകൊണ്ട് ഈ ജയം ആരുടെ മേലെയാ? ഈ ജയം സാത്താന്റെ മേലെയാ. ഒരു മനുഷ്യൻ, ഒരു ഫ്രണ്ട്, ഒരു ലേഡി അല്ലെങ്കിൽ ഒരു മാൻ നമുക്കെതിരെ വന്നെന്ന് വിചാരിച്ചോ, നമുക്ക് അവരല്ല നമ്മുടെ എതിരാളി. നമുക്ക് അവർക്ക് വേണ്ടി സഹതാപം മാത്രമേ പാടുള്ളൂ. അയ്യോ, ഇവര് കർത്താവിനെ അറിയാതെ ജീവിക്കുവാന്നല്ലോ, ദൈവമേ എങ്ങനെയെങ്കിലും ഇവര് കർത്താവിനെ അറിയണമേ എന്നുള്ള ഒരു സഹതാപവും അവർക്ക് വേണ്ടി പ്രാർത്ഥന. ഒരു കാരണവശാലും അവർ നമ്മുടെ ശത്രുക്കളല്ല. ഇത് നമ്മളെ എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അത്രയും നമ്മൾ ബലപ്പെടാനും കർത്താവ് നമ്മളെ ഉപയോഗിക്കാനും കഴിയും. ഒരു പ്രധാനപ്പെട്ട വാക്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. അവരുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം ചിലപ്പോൾ നടക്കുന്നില്ലായിരിക്കും നമ്മുടെ ജീവിതത്തിലും. അപ്പൊ നമ്മൾ എപ്പോഴും എന്തോ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാനല്ല, കർത്താവെ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ സഹോദരന്റെ ജീവിതത്തിൽ, ആ കുഞ്ഞിന്റെ ജീവിതം നടക്കണമേ. ഇത് നമ്മൾ ഷൗട്ട് ചെയ്ത് സാത്താൻ ഫുൾ ടൈം എല്ലാ സേനയും ഉപയോഗിച്ച് ഫൈറ്റ്. നമുക്കറിയാം, ഡാനിയലിന്റെ പ്രവചനത്തില് ഡാനിയൽ പ്രാർത്ഥിച്ച് ഡാനിയൽ തളർന്നുപോയി. 3 ആഴ്ചത്തേക്ക് ഉത്തരം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഗബ്രിയേലും മീഖായേലും ഒക്കെ ദൈവം അയച്ചിട്ട് അവിടെ ഡാനിയലിനോട് പറയുന്നത്, ഞാൻ 3 ആഴ്ച എന്നെ തടഞ്ഞു വെച്ചേക്കുമായിരുന്നു സാത്താന്റെ സേന എന്ന്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ മറക്കരുത്. അതായത് ദുഷ്ടാത്മസേനയുണ്ട്. ദുഷ്ടാത്മസേന നമ്മളെ എതിർക്കാൻ നോക്കും. മനുഷ്യ രക്തങ്ങളല്ല, ജഡരക്തങ്ങളല്ല നമ്മളെ എതിർക്കുന്നത് ഏത് അവസരത്തിലും. പക്ഷെ ഇതിനെ കാഴ്ചയാക്കി ദൈവം ഒരു സ്പെക്ടക്കിൾ ആക്കി അവരെ തോൽപ്പിച്ചു വെച്ചിരിക്കുക. പക്ഷെ വിശ്വാസം എന്ന കവചം, വിശ്വാസം എന്ന വാള്, ബാക്കി എല്ലാ കവചവും എല്ലാം എടുത്തിട്ട് നമ്മള് ഏത് നേരത്തും വിശ്വാസത്തോടെ ഷൗട്ട് ചെയ്ത് കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിന്റെ അറയിൽ കടന്ന് പ്രാർത്ഥിക്കാൻ.
ഞാൻ ഓർക്കും എന്റെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയമേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്റെ പ്രവൃത്തി അവിടെ ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളൊരു തോൽവി അടഞ്ഞ ഒരു വിശ്വാസിയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നത്? നമ്മൾ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം മനസ്സിലാക്കിയിട്ടില്ല, അത് നമ്മൾ ഏറ്റെടുത്തിട്ടില്ല, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയിട്ടില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഒത്തിരി വാക്യങ്ങൾ പറഞ്ഞു. ഞാൻ ആഗ്രഹിക്കുക നമ്മൾ ഓരോരുത്തരും ഈ വാക്യങ്ങളുടെ നമ്പർ മാത്രം മെൻഷൻ ചെയ്യാം. അതായത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം, കൊലോസ്യർ 2:15, റോമർ 8:37, ഒരു വാക്യം കൂടെ പറയാം, എടുക്കുന്നില്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 4-ാം എടുത്തേക്കാം, കാരണം അത് വളരെ പ്രധാനമാണ്. ഞാൻ അത് അതിൽ കൂടെ പറയണമെന്ന് വിചാരിച്ച വാക്യായിരുന്നു. 1 യോഹന്നാൻ 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. സാത്താനെ ജയിച്ച ജയമാണ് നമ്മുടെ കയ്യിലുള്ളത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അടിയനെ കേട്ട ഓരോ പ്രിയ സഹോദരനും സഹോദരിക്കും ഇനി കേൾക്കാൻ പോകുന്നവർക്കും കർത്താവെ, അടിയനുണ്ടായ ഈ ജയം, കർത്താവെ, അടിയന് മനസ്സിലാക്കി തന്ന ഈ ജയം, കർത്താവെ, സാത്താന്റെ മേലെ സാത്താന്റെ സേവക ഓരോ അധികാരവും ഞങ്ങളുടെ മേൽ ഇല്ല എന്ന് അങ്ങ് മനസ്സിലാക്കി തന്നല്ലോ. അത് ഞാൻ ഉറക്കെ പറഞ്ഞിട്ടുണ്ട് കർത്താവെ. ദൈവമേ, ഇത് ഓരോരുത്തരുടെയും ജീവിതത്തില് കർത്താവെ അത് പ്രാപിച്ച് ജീവിക്കുവാൻ, ദൈവമേ, ഞങ്ങളോട് എതിർക്കുന്നവര് അവരല്ല, അവർ വളരെ പാവപ്പെട്ട മനുഷ്യരാണ്. എതിർക്കുന്നത് സാത്താൻ ഞങ്ങളെ എങ്ങനെയെങ്കിലും ദൈവ വഴിയിൽ മുമ്പോട്ട് പോകാതെ നിരാശപ്പെട്ടിരിക്കാനും അതിനുവേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കി ദൈവമേ, ആ ജയം എടുത്തിട്ട് ആ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് സാത്താനെ എതിർത്ത് നിന്ന് ഞങ്ങളെ തന്നെയും അനേകരെയും ദൈവഭാഗത്തേക്ക് എല്ലാ നിമിഷവും ചേർത്തുകൊണ്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. താങ്ക് യു ലോർഡ്, ദാറ്റ് വിക്ടറി ഈസ് അവേഴ്സ് ലോർഡ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.